മല്ലു മാങ്ക എക്സ്പ്ലെയിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബേഴ്സക് ചാപ്റ്റർ 1 ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ മാങ്ക എഴുത്ത് ലേറ്റ് കെൻഡറ മ്യൂറയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേരെ. മാങ്ങ തുടങ്ങുമ്പോൾ നമ്മുടെ നായകൻ ഗഡ്സ് ഒരു പെണ്ണുമായി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് ആ പെണ്ണൊരു മോൺസ്റ്റർ ആയി മാറുകയും ഗഡ്സിനെ കയറി ചുറ്റിപ്പിടിക്കുകയും ചെയ്യുന്നു. മോൺസ്റ്റർ ഗഡ്സിനോട് പറയും, നീ എൻ്റെ വലയിൽ വീണു, ഇനി നീ നേരെ നരകത്തിലേക്ക് പോകും. പക്ഷേ ഗഡ്സ് പറയും, ഇവിടെ ആരെങ്കിലും വലയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് നീയാണ്. അതും പറഞ്ഞ് ആ മോൺസ്റ്ററിൻ്റെ വായിൽ തൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കൈവച്ച് ഫയർ ചെയ്യും. അവളുടെ അലർച്ച ആ കാട് മൊത്തം മുഴുകും. അതോടെ ഗഡ്സ് തൻ്റെ ജോലി അവസാനിപ്പിച്ച് വേറൊരു ടൗണിലേക്ക് പോകും. അവിടെ കഥകിന് പിന്നിൽ തടങ്കലാകപ്പെട്ട കുറച്ച് പെണ്ണുങ്ങളെ ഗഡ്സ് കാണും. അവരെ എങ്ങോട്ടോ കൊണ്ടുപോവുകയാണ്. ഈ ടൗണിലെ ഒരു ബാറിൽ കുറച്ച് ആളുകൾ ഒരു എൽഫിനെ ഉന്നം ചെയ്യുന്നുണ്ട്. ഈ എൽഫിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ എൽഫ് ആകെ ഹെൽപ്ലെസ് ആണ്. കാരണം ആ ആളുകൾ കോക്ക കാസിലെ ആളുകളാണ്. ആ ബാറിലുള്ള മറ്റെല്ലാവർക്കും അവരെ എതിർക്കാനും പേടിയാണ്. ഈ സമയം ഗഡ്സ് ആ ബാറിലേക്ക് വരും. എന്നിട്ട് ബാർടെൻഡറിനോട് പറയും, ഞാൻ നിൻ്റെ ബാറിൽ ലഹള ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് കേട്ട് ബാർടെൻഡർ ഞെട്ടുന്നു. അതും പറഞ്ഞ് ഗഡ്സ് തൻ്റെ അരയിലുള്ള അമ്പും വില്ലും എടുക്കുന്നു. മറുവശത്ത് എൽഫ് വളരെ ദേഷ്യത്തിലാണ്. നീ ഒരു വട്ടം എന്നെ ഒന്ന് ഫ്രീ ആക്കും, ഞാൻ നിൻ്റെ ഞരമ്പ് കടിച്ചു മുറിക്കും. പക്ഷേ അത് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾ ആ കത്തി എൽഫിൻ്റെ നെഞ്ചത്ത് ഇറക്കാൻ പോവുകയാണ്. അതേസമയം ഒരു അമ്പ് ആ സോൾജറിൻ്റെ തലയിൽ കൂടെ കുത്തിക്കയറി തൂണിൽ പോയി തറയ്ക്കും. ഇത് കണ്ട് എല്ലാ സോൾജേഴ്സും ഞെട്ടും. ഇൻസ്റ്റൻ്റ്ലി ഗഡ്സ് വേറെയും ആരോസ് വെച്ച് ഒട്ടുമിക്ക സോൾജേഴ്സിനെയും വീഴ്ത്തും. എല്ലാവരുടെയും ശ്രദ്ധ ഫുള്ള് ഗഡ്സിലോട്ട് തിരിയും. എല്ലാവരും ആകെ ഞെട്ടിയിരിക്കുമായിരിക്കും. പെട്ടെന്ന് ഒരാരോ ലീഡറിൻ്റെ മൂക്കിൽ തറയ്ക്കും. അയാൾ വേദന കൊണ്ട് ആകെ പുളയും. ഗഡ്സ് ആരോ പിടിച്ചു തിരിക്കും. അയാൾ വേദന കൊണ്ട് പുളയും. എൽഫ് ആകെ വിറച്ച് നിൽക്കും. ഗഡ്സ് എന്നിട്ട് അയാളോട് ചോദിക്കും, നീ കോക്ക കാസിലെ ഗുണ്ടയാണോ? അയാൾ ആണെന്ന് പറയുമ്പോൾ ഗഡ്സ് ഒരു മെസ്സേജ് അയാളോട് ഡെലിവർ ചെയ്യാൻ പറയും. ദ ബ്ലാക്ക് സോർട്സ്മാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൽഫ് പറയും, നിൻ്റെ പുറകിൽ. അപ്പോഴേക്കും ഗഡ്സ് തൻ്റെ വാൾ കൊണ്ട് പുറകിൽ വന്നവനെ രണ്ടായി കയറും. ഇത് കണ്ട് എല്ലാവരുടെയും കിളി പോകും. കാരണം ആ സാധനം ഒരു വാളിനേക്കാൾ വലുതാണ്, വീതിയാണ്, കനമാണ്. ജസ്റ്റ് ലൈക്ക് എ പീസ് ഓഫ് ബിഗ് അയൺ. ഗഡ്സ് എന്നിട്ട് അയാളെ വാർണിംഗ് കൊടുത്തുവിടും. ഗഡ്സ് വാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പുറകെ എൽഫും ഇറങ്ങും. എൽഫ് ഗഡ്സിനോട് പറയും, നിനക്ക് ആരെയെങ്കിലും രക്ഷിക്കണമെങ്കിൽ അയാളെ അവിടെ ഇട്ടിട്ടല്ലേ വരേണ്ടത്. എൽഫും ഗഡ്സിൻ്റെ സ്ക്വാഡ് കണ്ട് അട്രാക്റ്റഡ് ആണ്. പക്ഷേ ഗഡ്സ് റെസ്പോണ്ട് ചെയ്യില്ല. എൽഫ് ഗഡ്സിന് തന്നെ പരിചയപ്പെടുത്തും, പക്ക് എന്നും പറഞ്ഞ്. എന്നിട്ട് പറയും, അവൻ സ്ട്രീറ്റ് ഫോൺസിൻ്റെ ഭാഗമായിരുന്നു. അവരെ ആ കൊള്ളക്കാർ വന്ന് അറ്റാക്ക് ചെയ്യും. പിന്നീട് പഗ്ഗിനെ തടവിലാക്കും. പഗ് പറയും, ഈ ടൗണിൽ ഒത്തിരി യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ടൗണിലെ മേയർ ആ കൊള്ളക്കാരുമായി ഡീലിലാണ്. കാരണം അവർ വീണ്ടും ഈ ടൗണിൽ അറ്റാക്ക് ചെയ്യാതിരിക്കാനായിട്ട്. ഇതിന് പകരമായി ആളുകൾ അവർക്ക് കൈക്കൂലി കൊടുക്കുന്നു. ഗഡ്സ് ഉടനെ പഗ്ഗിനെ തട്ടി മാറ്റി തന്നെ തൊടലുമെന്ന് പറയുന്നു. പെട്ടെന്ന് അവിടെ ടൗണിലെ ഗാർഡ്സ് അവിടെ എത്തി ഗഡ്സിനെ അറസ്റ്റ് ചെയ്യും. എന്നിട്ട് ടൗണിലെ കാസിൽ ഗഡ്സിനെ പണിഷ് ചെയ്യും. പക്ഷേ ആ ടോർച്ചർ ഒന്നും ഗഡ്സ് മൈൻഡാക്കില്ല. അവൻ ടോർച്ചറിൻ്റെ മുഖത്ത് ചോര തുപ്പും. ടോർച്ചർ ദേഷ്യത്തിൽ ഗഡ്സിനെ തല്ലാൻ പോകുമ്പോൾ ആരോ വന്നത് തടയും. അത് ആ ടൗണിലെ മേയറായിരുന്നു. അയാൾ ഗഡ്സിൻ്റെ ആയുധങ്ങളുടെ കൂമ്പാരം തന്നെ കാണും. അത് കണ്ടൊരു യുദ്ധം തന്നെ തുടങ്ങാൻ കഴിയും. മേയർ ഗഡ്സിനോട് ചോദിക്കും, നീ ഒരു മെർസനറി ആണോ? നിനക്കറിയാമോ നീ ആളെയാണ് തൊട്ടതെന്ന്? അവൻ ഈ ടൗണിൽ മൊത്തം ഡിസ്ട്രോയ് ചെയ്യും. ഗഡ്സ് ചോദിക്കും, നിൻ്റെ ഗാർഡ്സിന് തൻ്റെ ഇടമില്ലേ? മേയർ പറയും, അവരുടെ റൂൾ ഒരു ഭീകരനാണ്, ഇരുട്ടിൻ്റെ അന്ധകാരങ്ങളിൽ നിന്നുള്ള ഏതോ ഒരു ജീവി. ഗഡ്സ് ചോദിക്കും, അതുകൊണ്ടാണോ നീ അവനുമായി ഡീലിൽ വന്നേ? ലോർഡ് വീണ്ടും പറയും, നിനക്കറിയില്ല, പക്ഷേ എനിക്കറിയാം. ഗഡ്സ് പറയും, എനിക്കറിയാം അവൻ എങ്ങനെയാണ് മോൺസ്റ്റർ ആയി എന്ന്. അവൻ മനുഷ്യൻ്റെ മാംസമാണ് തിന്നുന്നത്. നീ ആണെങ്കിൽ അവന് നിൻ്റെ ആളുകളെ എല്ലാം കൊടുക്കുന്നു രക്ഷയ്ക്ക് വേണ്ടി. ഇത് കേട്ട് മേയർ ആകെ തളരും. എന്നിട്ട് ടോർച്ചറിൻ്റെ അടുത്ത് ഗഡ്സിനെ ആവുകയോളം ടോർച്ചർ ചെയ്യാൻ പറയും. കാരണം അവനെ ജീവനോടെ കോക്ക കാസിൽ എത്തിക്കണം. മേയർ കോക്ക കാസിൽ പോകാൻ ഒരുങ്ങും, മാപ്പ് ചോദിക്കാനായി. അങ്ങ് കോക്ക കാസിൽ ഗഡ്സിൻ്റെ വിവരം എത്തും. എന്നിട്ട് പറയും, അവൻ്റെ വാൾ അവനേക്കാൾ വലുതാണ്. അവൻ ഫുൾ ബ്ലാക്ക് ഡ്രസ്സിലാണ്. ഒരു സോൾജർ വന്ന് മേയറിൻ്റെ വരവ് അറിയിക്കും. മേയർ വന്ന് റൂളറോട് മാപ്പ് ചോദിക്കും. റൂളർ പറയും, ഇതിൽ നിൻ്റെ തെറ്റില്ല, നിൻ്റെ ടൗണിൻ്റെയും തെറ്റില്ല. വെളിയിൽ നിന്ന് വന്ന ഒരുത്തൻ ഇതെല്ലാം ചെയ്തു. അവന് ഇവിടുത്തെ നിയമങ്ങൾ അറിയില്ല. മേയർ പറയും, അയാൾക്ക് താൻ കൂടുതൽ ശിക്ഷ കൊടുത്തോളാം എന്ന്. റൂളർ പറയും, നീ അസ്വസ്ഥനാണ്, നിൻ്റെ ജീവനെപ്പറ്റി ഓർത്ത്. ഇതും പറഞ്ഞ് റൂളർ ഒരു ചെവിയുടെ പീസ് അയാളുടെ പ്ലേറ്റിൽ നിന്നും മേയറുടെ അടുത്തേക്ക് എറിയും. ഇത് കണ്ട് മേയർ വിയർക്കും. റൂളർ പറയും, എനിക്ക് പ്രിസണേഴ്സിനെയും ഗോൾഡും ഒന്നുമല്ല വേണ്ട. മനുഷ്യൻ തൻ്റെ ജീവന് വേണ്ടി കൊഞ്ചുന്നത് എനിക്ക് കാണണം. അവരുടെ എല്ലുകൾ എൻ്റെ കുതിരയുടെ വണ്ടിയിൽ അടിയിൽപ്പെട്ട് ചതയണം. ഇതിനായി എനിക്ക് ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. അപ്പോൾ ഗാർഡ്സ് മേയറിനെ പിടിച്ച് വെളിയിലാക്കും. അയാൾ അലറിക്കൊണ്ടിരിക്കും. ടൗണിൻ്റെ കാരാകാരത്തിൽ ഗഡ്സ് കണ്ണു തുറക്കും. ടോർച്ചർ കാരണം ഗഡ്സ് ആകെ അവശനാണ്. അവൻ അനങ്ങാൻ പോലും വയ്യ. ഗഡ്സ് കുറച്ച് അകലെ ഒരു ഇൻക്യൂബസിനെ നോട്ടീസ് ചെയ്യും. ഇൻക്യൂബസ് ആളുകളുടെ നൈറ്റ്മെയർ കാണിച്ച്
അവരുടെ പേടിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഗഡ്സിനെ കണ്ട് ഇൻക്യൂബസ് അടുത്തേക്ക് വരും. ഗഡ്സ് അതിനോട് ദൂരത്തേക്ക് നിൽക്കാൻ പറയും. അപ്പോൾ പഗ് അവിടെ ചാവിയായി വരും. ഗഡ്സ് അലറിയതിന് പഗ് ഗഡ്സിനെ വഴക്ക് പറയും. ഗഡ്സ് നോക്കിയപ്പോൾ ഇൻക്യൂബസ് അവിടെ നിന്നും പോയി. പഗ് നോക്കുമ്പോൾ ഗഡ്സിൻ്റെ ശരീരം മൊത്തം ടോർച്ചറിൻ്റെ മുറിവാണ്. പഗ് തൊടാൻ നോക്കുമ്പോൾ ഗഡ്സ് തൊടല്ലും എന്നും പറയും. പഗ് തിരിച്ച് ഗഡ്സിനെ വഴക്ക് പറയും. എന്നിട്ട് ഗഡ്സിന് നേരെ തൻ്റെ മാജിക് കാണിക്കും. അതിലൂടെ ഗഡ്സ് മുറിവെല്ലാം മാറും. എൽഫിന് ഏത് മുറിവും ഹീൽ ചെയ്യാൻ കഴിയും. ഇമോഷൻസ് സെൻസ് ചെയ്യാൻ കഴിയും. ആരെയും ഹാപ്പി ആക്കാൻ കഴിയും. പഗ് ഗഡ്സിനോട് പേര് ചോദിക്കും. ഗഡ്സ് തിരിച്ച് തൻ്റെ പേരും പറയും. പഗ് ഗഡ്സിൻ്റെ സാക്രിഫൈസൽ മാർക്ക് കണ്ടിട്ട് അതെന്താണെന്ന് ചോദിക്കും. ഗഡ്സ് പറയും, ഇതൊരു ബ്രാൻഡാണ്. എനിക്കിതിനെപ്പറ്റി ഉടനെ അറിയാം. എന്നെ അവൻ ഉടനെ കൊല്ലാൻ വരും. ടൗൺ മൊത്തവും ഇല്ലാതാക്കും. ഗഡ്സ് ഇവിടെ കോക്ക കാസിലെ ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. പഗ് ചോദിക്കും, ഇതാണോ നിൻ്റെ പ്ലാൻ? എന്തിനാണ് ഇതിനിടയിൽ ടൗണിലെ പാവം ജനങ്ങളെ വലിച്ചിഴക്കുന്നത്? ഗഡ്സ് പറയും, എനിക്ക് അവനെ കൊന്നാൽ മാത്രം മതി. എനിക്ക് മറ്റുള്ളവരെ പറ്റി ചിന്തിക്കണ്ട. ഗഡ്സ് പറയും, ആരെങ്കിലും ഒരാളുടെ ഫൈറ്റിൽ കയറി വന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെങ്കിൽ അവൻ മരിക്കും. പഗ്ഗിന് ഗഡ്സിൻ്റെ ഇമോഷൻസ് സെൻസ് ചെയ്യാൻ കഴിയും. അത് ദേഷ്യം, പേടി, വിഷമം കൊണ്ടെല്ലാമാണ്. അതിനേക്കാൾ എന്തൊക്കെയാണ്. പഗ് ചോദിക്കും, എന്തിനാണ് തന്നെ രക്ഷിച്ചതെന്ന്. ഗഡ്സ് ചിരിച്ചുകൊണ്ട് പറയും, ഒരു പ്രാണിക്ക് വേണ്ടി സ്വന്തം ജീവൻ ആരെങ്കിലും അപകടത്തിലിടുമോ? പഗ്ഗിന് ഇത് വിഷമമാകും. എന്നിട്ട് പഗ് അവിടെ നിന്ന് പോകും. ഗഡ്സ് അപ്പോഴാണ് തൻ്റെ അടുത്തിരിക്കുന്ന ചാവി ശ്രദ്ധിക്കുന്നത്. വെളിയിൽ ടൗണിൽ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഗഡ്സിൻ്റെ സാക്രിഫൈസൽ മാർക്കിൽ നിന്ന് ചോര വരും. ഗഡ്സ് പറയും, ഞാൻ നിന്നെ കാത്തു നിൽക്കുന്നു. വെളിയിൽ ടൗണിൽ മൊത്തം കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കോക്ക കാസിലെ ആളുകൾ ജനങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. അവരുടെ റൂളർ ഒരു കുഞ്ഞിൻ്റെ നിന്ന് ചോര കുടിക്കുന്നു. ഇതെല്ലാം കണ്ട് പഗ് പേടിച്ച് പോകും. റൂളർ തൻ്റെ ആളുകളോട് എല്ലാം ഇല്ലാതാക്കാനായി പറയും. എല്ലാവരും എല്ലാം ഇല്ലാതാക്കും. അപ്പോൾ ഗഡ്സ് ശവങ്ങളുടെ കൂമ്പാരത്തിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് തൻ്റെ ആരോസ് കൊണ്ട് എല്ലാ സോൾജേഴ്സിനെയും ഇല്ലാതാക്കും. ഇത് കണ്ട് സോൾജേഴ്സ് ഗഡ്സിൻ്റെ അടുത്തേക്ക് വരും. ഗഡ്സ് അവരെ തൻ്റെ വാൾ കൊണ്ട് കുതിരയടക്കം രണ്ടായി മുറിക്കും. ഇത് കണ്ട് മറ്റുള്ളവർ ഞെട്ടും. പെട്ടെന്ന് അവിടെ റൂളർ എത്തുകയും, നീ ആണ് ബ്ലാക്ക് സോർഡ്സ്മാൻ, അപ്പോസ്റ്റൽസിനെ വേട്ടയാടുന്നവൻ. ഇതിനിടയിൽ ഗഡ്സ് തൻ്റെ വാൾ താഴെയിട്ട് ആരോസ് എല്ലാം റീഫിൽ ചെയ്യും. അപ്പോസ്റ്റൽ പറയും, എനിക്കറിയില്ല നീ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്, ബട്ട് ഒരു മോഡലായ നിൻ്റെ സാഹസമാണ് ഈ വെല്ലുവിളി. അപ്പോസ്റ്റൽ ഗഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വരും. ഗഡ്സ് റെഡിയാണ്. ഗഡ്സ് ആരോസ് ഫയർ ചെയ്യും. അവൻ്റെ കണ്ണിൽ അമ്പ് കൊണ്ട് അവൻ കുതിരയിൽ നിന്ന് താഴെ വീഴും. അപ്പോസ്റ്റൽ വീണ്ടും എണീക്കുമ്പോൾ ഗഡ്സ് വീണ്ടും അമ്പ് ചെയ്യും. അയാൾ തെറിച്ചൊരു കടയ്ക്കുള്ളിൽ വീഴും. ഗഡ്സ് റീഫിൽ ചെയ്ത് അകത്തോട്ട് കടക്കുമ്പോഴത്തേക്കും ഒരു സ്ട്രോങ് അറ്റാക്ക് ഉണ്ടാകും. വാല് കൊണ്ട് ഗഡ്സിനെ അടിച്ച് ദൂരത്തോട്ടിടും. കടയ്ക്കുള്ളിൽ നിന്ന് രണ്ട് തിളങ്ങുന്ന കണ്ണിനിടയിൽ ഒരു മുഖം കാണാം. ആ മുഖം ഒരു വായ്ക്കുള്ളിലാണ്. അതോടെ അപ്പോസ്റ്റൽ തൻ്റെ മോൺസ്റ്റർ ഫോമിലെത്തും. എന്നിട്ട് അവൻ അലറിപ്പറയും, ഞാൻ നിന്നെ ജീവനോടെ ശവിക്കും. ഇത് കണ്ട സോൾജേഴ്സ് എല്ലാം പേടിച്ചോടും. ഗഡ്സ് എണീക്കുമ്പോഴേക്കും മോൺസ്റ്റർ തൻ്റെ വാല് കൊണ്ട് വീണ്ടും വലിച്ചടിക്കും. ഗഡ്സിൻ്റെ തലങ്ങും വിലങ്ങും ആക്രമിക്കും. ഗഡ്സ് ആകെ അവശനാവും. അപ്പോസ്റ്റൽ പറയും, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ മരിച്ചേനെ, പക്ഷേ ഇനി ഇതിവിടെ അവസാനിക്കും. അപ്പോസ്റ്റൽ ഗഡ്സിനെ ഒരു കൈ കൊണ്ട് തൂക്കിയെടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾ മനുഷ്യർ ഞങ്ങളുടെ ആഹാരം മാത്രമാണ്, വിശപ്പ് മാറ്റാനുള്ള ആഹാരം. ഈ അവസരം മുതലാക്കി ഗഡ്സ് ആ മോൺസ്റ്ററിൻ്റെ മുഖത്തേക്ക് തൻ്റെ ഫേക്ക് ഹാൻഡ് വെച്ച് കാനൺ ബ്ലാസ്റ്റ് ചെയ്യും. അപ്പോസ്റ്റലിൻ്റെ മുഖം പാതി പോകും. അപ്പോസ്റ്റൽ വേദനയിൽ പൊളയുമ്പോൾ ഗഡ്സ് തൻ്റെ വാൾ എടുത്ത് രണ്ടായി അപ്പോസ്റ്റലിനെ മുറിക്കും. അപ്പോസ്റ്റൽ തറയിൽ വീണ് കരയുമ്പോൾ ഗഡ്സ് അടുത്തേക്ക് പോയി അപ്പോസ്റ്റലിൻ്റെ തലയിൽ ചവിട്ടും. ആരോസ് എറിയാൻ തുടങ്ങും. ഇത് അപ്പോസ്റ്റലിനെ കൂടുതൽ ഇല്ലാതാക്കും. അപ്പോസ്റ്റൽ എന്താണോ മറ്റുള്ള വീക്ക് മനുഷ്യന് കൊടുത്തു വന്നത് അത് തന്നെ ഗഡ്സ് ഇപ്പോൾ അപ്പോസ്റ്റലിന് കൊടുക്കും. ഗഡ്സിൻ്റെ മുഖത്ത് ഈവിൾ ചിരി കണ്ട് പഗ് പേടിച്ച് വിറയ്ക്കും. അപ്പോസ്റ്റൽ ഗഡ്സിൻ്റെ കഴുത്തിലെ സാക്രിഫൈസൽ മാർക്ക് കാണും. ഗഡ്സ് അവനോട് ചോദിക്കും, ഗോഡ് ഹാൻഡിനെ പറ്റി ചോദിക്കും. അപ്പോസ്റ്റൽ വേദനയിൽ വിറച്ചുകൊണ്ട് സത്യം പറയും, എനിക്കറിയില്ല എന്ന്. ഗഡ്സ് അവനെ ജീവനോടെ കത്തിച്ചിട്ട് അവിടെ നിന്ന് പോകും. അപ്പോസ്റ്റൽ ഇവിടെ കരഞ്ഞ് നിലവിളിച്ച് രക്ഷിക്കാനായി യാചിക്കും. ഈ ഒച്ച എല്ലാം കേട്ട് പഗ് അസ്വസ്ഥനാണ്. കാരണം പഗ്ഗിന് ഇമോഷൻസ് സെൻസ് ചെയ്യാൻ കഴിയും. ഗഡ്സ് ആ ശവങ്ങൾക്കിടയിലൂടെ നടന്നു പോകും തൻ്റെ മുന്നോട്ടുള്ള ജേർണിയിലേക്ക്. പഗ് നോക്കി നിൽക്കും. സോ നമ്മൾ ഇന്നിവിടെ ബെർസെർക് ചാപ്റ്റർ 1 ആണ് ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം.